നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്ന ഈ സിനിമ വളരെ പ്രചാരമില്ലാത്ത മസ്കുലർ ഡിസ്ട്രോഫി എന്ന ഒരു രോഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒന്നാണ്. ഈ ചിത്രത്തിൽ തുടക്കം മുതൽ അവസാനം വരെയും ഈ രോഗം ബാധിച്ച ഒരു പെൺകുട്ടിയുടെ അവസ്ഥയും ആ കുടുംബം താങ്ങേണ്ടി വരുന്ന നെഞ്ചുലയ്ക്കുന്ന പശ്ചാത്തലവും പൂർണ്ണമായും വരച്ചു കാട്ടും. ാണ് എൻ്റെ അനിയൻ വിഷ്ണുവാണ് നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും എല്ലാമാണ്. അപ്പോൾ പടം ഓടുക എന്നുള്ളതല്ല, നമ്മളൊരു മെസ്സേജ് ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ മെസ്സേജ് കൊടുത്തിട്ടും കാര്യമില്ല, ആൾക്കാരെല്ലാം തോന്നിയ വഴിക്കായി. നമ്മളെന്ത് പറഞ്ഞാലും കേൾക്കില്ല എന്നുള്ളൊരു ഇതാണ്. അതെന്ന് ഞാനൊന്നും പറയാറുമില്ല, ഓരോരുത്തരും പ്രസംഗിക്കാറുമില്ല. അപ്പോൾ പടത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഒരുപാട് ആൾക്കാർ കണ്ട് ഇത് മനസ്സിൽ ഉൾക്കൊണ്ട് വലിയൊരു വിജയം സമ്പാദിക്കാൻ വേണ്ടി ധനം എന്നല്ല ഉദ്ദേശിക്കുന്നത്, എത്തേണ്ടടുത്ത് എത്തുക എന്നുള്ളതാണ് ശരിയല്ല. എല്ലാവർക്കും എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. നന്ദി. എൻ്റെ മോള്, നിങ്ങൾ ദുഃഖിക്കരുത്. ഏതൊരു മാതാപിതാക്കളും കേൾക്കുമ്പോൾ തകർന്നു പോകുന്ന എനിക്കറിയാം. സാർ, ഞങ്ങൾ എന്ത് ചെയ്യണം? സാർ, ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, നല്ല മൂവിയാണ്. അപ്പോൾ സെക്കൻഡ് ഹാഫും നല്ലതായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല ഉഗ്രം പടമായിരുന്നു. ഫസ്റ്റ് എൻട്രി തന്നെ നല്ല അപ്രീസിയേഷൻ ആയിരുന്നു. റിവ്യൂസ് എല്ലാം നല്ല പോസിറ്റീവ് റിവ്യൂസ് തന്നെ, നല്ല അപ്രീസിയേഷൻ. അതിൻ്റെ കഥയിൽ തന്നെ ആദ്യമേ തന്നെ കഥ പറഞ്ഞപ്പോൾ തന്നെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് പിക്ചർ കിട്ടി. ഇനിയും കാണാൻ ഇരിക്കുന്നുണ്ട്, ക്ലൈമാക്സ് വരെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. ഇനിയെല്ലാം കാണുന്നു. ആശംസകൾ അറിയിക്കുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. 9 വർഷം മുന്നേ ചെയ്ത ഫിലിമാണ്. ഇപ്പോഴാണ് ഒരു 2 അവാർഡ് ഈ സിനിമയ്ക്ക് കിട്ടുന്നത്. അതിനുശേഷമാണ് എന്താ പറയുക, റിലീസ് കാര്യങ്ങളായിട്ട് ഇപ്പോൾ ഈ ഒരു സിനിമ ഇറങ്ങുന്നത്. അല്ല, ഇത് വേറെ ഒന്നുമല്ല, ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറിയാണ്. ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു സിനിമയുടെ കഥാപാത്രമായിട്ടുള്ള ഗീതു കൃഷ്ണ എന്ന് പറഞ്ഞ കുട്ടി ഇന്ന് ജീവിച്ചിരിപ്പില്ല. അപ്പോൾ ആ ഒരു കുട്ടിയുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് പുറത്തിറക്കിയത്. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ആ ഒരു കുട്ടിയുടെ ഫാമിലിക്കായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ കരുതി വയ്ക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ കാര്യം വെച്ചാൽ 9 വർഷം മുന്നേ ചെയ്തതിൻ്റെ ആ ഒരു അപാകതകളുടെ കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഏറ്റക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു 9 വർഷത്തെയും ഇപ്പോഴത്തെയും ആയിട്ടുള്ളൊരു വ്യത്യാസം നമുക്ക് വളരെ നല്ല രീതിയിൽ അത് ഫീൽ ചെയ്യുന്നുണ്ടാവാം കാണുന്ന ആൾക്കാർക്ക്. എന്നാൽ പോലും ഈ ഒരു കഥ, അതായത് ഒരു പച്ചയായ ജീവിതമാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ എന്താ പറയുക, ഈ ഒരു ചാരിറ്റി ആയിട്ട് കൂടിയാണ് ഞങ്ങളത് കണക്കാക്കുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ കൊണ്ട് കഴിയുന്നതും അതുപോലെ തന്നെ ഈ സിനിമ വഴിക്ക് കിട്ടുന്നതുമായിട്ടുള്ള എമൗണ്ട് അവർക്കായിട്ട് ഞങ്ങൾ നീക്കി വയ്ക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ പറയുക, സിനിമ എന്നതിനപ്പുറം ഈ ഒരു കഥയെ സ്വീകരിച്ചുകൊണ്ട് എല്ലാ ആൾക്കാരും ഈ ഒരു സിനിമയൊന്ന് കണ്ടാൽ ആ ഒരു ഫാമിലിക്ക് അതൊരു കൈത്താങ്ങാവും. അപ്പോൾ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും അത് തന്നെയാണ് ഞങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ആൾക്കാരും കാണുമെന്നുള്ള പ്രതീക്ഷ. എന്താ പറയുക, ഒരു എൻ്റർടൈൻമെൻറ്റ് ആ ഒരു ഫീലല്ല ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറി ആയതുകൊണ്ട് ആ ഒരു ലെവലിൽ തന്നെ നിങ്ങൾ കാണുക. അല്ലാണ്ട് ഒരിക്കലും ഇതൊരു വലിയ സിനിമയായിട്ടോ ഒന്നും തന്നെയല്ല. ഒരു ചെറിയൊരു കൂട്ടായ്മയിൽ നിന്നും ആ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കരുതലായിട്ട് മാത്രം ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും കാണുമെന്നുള്ള പ്രതീക്ഷയിൽ താങ്ക് യു.